സാധാരണ രീതിയിൽ പല്ല് സെറ്റ് വെക്കുമ്പോൾ ഉണ്ടാകാവുന്ന ദൂഷ്യവശങ്ങളുണ്ടാകും. പേഷ്യൻറ്റിൽ ആ പല്ല് സെറ്റ് ചിലപ്പോൾ ചവയ്ക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഇളകുക, അല്ലെങ്കിൽ തെന്നി മാറുക, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ പേഷ്യൻ്റ് പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഇതിനൊരു പരിഹാരം ഡെന്റിസ്ട്രിയിലുണ്ടോ? അപ്പോൾ നമ്മൾ തീർച്ചയായും ചെയ്യേണ്ടത്, നമ്മൾ ഇതുപോലൊരു സെറ്റ് വെക്കാൻ ഒരു രോഗി വരുമ്പോൾ ആ രോഗിയിൽ അവശേഷിക്കുന്ന പല്ലുകളിൽ നല്ല പല്ലുകൾ, ബലമുള്ളതും കേടില്ലാത്തതുമായ പല്ലുകൾ പറിക്കാതെ സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ട്രീറ്റ്മെൻറ്റ് രീതി. ബാക്കി പ്രശ്നമുള്ള പല്ലുകളെല്ലാം തന്നെ നമ്മൾ പറിച്ച് മോണയെല്ലാം ഹീലായതിനു ശേഷം നമുക്ക് നിലവിൽ നിൽക്കുന്ന നല്ല പല്ലുകൾ ട്രിം ചെയ്ത് ഓൾട്ടർ ചെയ്ത് അതിന് മുകളിലൊരു അതിലേക്കൊരു ബാറും കണക്ട് ചെയ്ത് ഫിക്സ് ചെയ്താൽ, പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സെറ്റ്, ആ സെറ്റിനകത്തൊരു സ്ലീവ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ലീവ് അതിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് പല്ല് സെറ്റ്, മുകളിലത്തെ പല്ല് സെറ്റ് ഉറപ്പിക്കാൻ പറ്റും. താഴെ അതുപോലെ എനിക്ക് പല്ല് തീർത്തുമില്ല, എല്ലാ പല്ല് പറിച്ചിട്ടാണ് രോഗി വരുന്നതെങ്കിൽ നമുക്ക് 2 ഇംപ്ലാന്റ് 2 സൈഡിലും ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ 2 ചെറിയ ബോൾ പോലത്തെ സ്റ്റഡ്സ് കണക്ട് ചെയ്യാം. അത് കണക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫീമെയിൽ പാർട്ട് ഇതുപോലെ പല്ല് സെറ്റിൻ്റെ അകത്ത് കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ നമ്മൾ ആ പല്ല് സെറ്റ് പേഷ്യൻ്റ് ഉപയോഗിക്കുമ്പോൾ ആ സ്ലീവിലേക്ക് കയറ്റിയിട്ടിട്ട് ലോക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന പല്ല് സെറ്റുകൾ ഒരിക്കലും ഇളകുകയോ ഊരിപ്പോരുകയോ ചെയ്യുന്നതല്ല. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പേഷ്യൻറ്റിന് കോൺഫിഡൻറ്റോടുകൂടി സംസാരിക്കാൻ പറ്റും. അതാണ് ഓവർ ഡെഞ്ചർ എന്ന് പറയുന്ന ചികിത്സ. മനസ്സിലാക്കുക, 2 രീതികളുണ്ട്. ഒന്ന് ടൂത്ത് സപ്പോർട്ടഡ് ഓവർ ഡെഞ്ചർ, നല്ല പല്ലുകളെ നിലനിർത്തിക്കൊണ്ട് ചെയ്യാവുന്നത്. പല്ലുകൾ തീർത്തുമില്ല എങ്കിൽ 2 ഇംപ്ലാന്റ് പ്ലേസ് ചെയ്തിട്ട് ഇംപ്ലാന്റ് സപ്പോർട്ടഡ് ഓവർ ഡെഞ്ചർ. വളരെ കോൺഫിഡൻറ്റോടുകൂടി രോഗികൾക്ക് ഈ പല്ല് സെറ്റ് അല്ലെങ്കിൽ ഡെഞ്ചർ ഉപയോഗിക്കാവുന്നതാണ്.